ത്രിതല വോട്ട് എങ്ങനെ ചെയ്യണം? ബൂത്തിൽ പ്രവേശിച്ചാൽ ചെയ്യേണ്ടത് എന്തെല്ലാം? കൊല്ലത്തെ പോളിംഗ് ബൂത്തിൽ നിന്ന് ലിജോ റോളൻസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൊല്ലം ജില്ലയിലും തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. പോളിംഗ് സ്റ്റേഷനുകളെല്ലാം തന്നെ സജ്ജീകരണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 85 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ജില്ലയിലുള്ളത്. 1698 തദ്ദേശ അതായത് വാർഡുകളും ഡിവിഷനുകളുമൊക്കെയായി 2720 പോളിംഗ് സ്റ്റേഷനുകളാണ് കൊല്ലം ജില്ലയിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലത്ത് തന്നെ ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ പോളിംഗ് ബൂത്തിലാണ്. അതിനുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ എത്തി. അതിനുള്ള ക്രമീകരണങ്ങൾ സജ്ജീകരണങ്ങൾ അതിൻ്റെ മറ്റ് രേഖകളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. വരുന്നത് ഒരു പ്രിസൈഡിംഗ് ഓഫീസറുണ്ട്, പിന്നെ പോളിംഗ് ഓഫീസേഴ്സായി 3 പേരുണ്ട്, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. അങ്ങനെ 5 അംഗ സംഘമാണ് ഒരു പോളിംഗ് ബൂത്തിലേക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച് ആക്കി വെച്ചിരിക്കുന്നത്. അവർ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ എത്തുകയും മറ്റു കാര്യങ്ങളിലേക്ക് ആദ്യം രേഖകൾ പരിശോധിക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ കടന്നിരിക്കുകയാണ്. എന്തായാലും നമുക്ക് പ്രിസൈഡിംഗ് ഓഫീസറോട് തന്നെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ കന്നി വോട്ടർമാരൊക്കെ പലരും ഉണ്ടാവും. എങ്ങനെയാണ് ഈ ഒരു വോട്ടിങ്ങിൻ്റെ ഒരു രീതി? രാവിലെ 7 മണിക്ക് ആരംഭിക്കും. അപ്പോൾ ആ ഒരു രീതി എങ്ങനെയാണ്? ആദ്യം ഒരു മോക്ക് പോളിംഗ് അതൊക്കെയാണ്. 6 മണിക്കാണ് മോക്ക് പോളിംഗ് ആരംഭിക്കുന്നത്. 6:30 അത് കഴിയുമെന്ന് വിശ്വസിക്കുന്നു. 7 മണിയാകുമ്പം ഇവിടെ വന്നിട്ടുള്ള വോട്ടർമാരെ വോട്ട് ചെയ്യാൻ അനുവദിക്കും. 7 മണിയാകുമ്പോൾ അവരകത്തേക്ക് കടത്തിവിടും. പിന്നെ ഇവിടെ 3 പോളിംഗ് ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ ആദ്യത്തെ പോളിംഗ് ഫസ്റ്റ് ഓഫീസർ ആളിനെ സർട്ടിഫിക്കറ്റ് നോക്കി ഐഡൻറ്റിഫൈ ചെയ്ത് അകത്തേക്ക് കടത്തിവിടും. അപ്പോൾ ഈ ക്രമ നമ്പർ ഉറക്കെ വിളിക്കും. അപ്പോൾ രണ്ടാമത്തെ ആൾ ആ ക്രമ നമ്പർ എഴുതി കയ്യിൽ മഷി പുരട്ടി പിന്നെ ഒരു ലിസ്റ്റുണ്ട്, വോട്ടേഴ്സ് ഇതുണ്ട്, ചെക്ക് ലിസ്റ്റുണ്ട്, അത് കൊടുക്കും. അതുമായിട്ട് മൂന്നാമത്തെ ആളിൻ്റെ അടുത്ത് ചെല്ലും. അപ്പം മൂന്നാമത്തെ ആളിനാണ് പിന്നെ ബാലറ്റിൻ്റെ കൺട്രോള്. അപ്പം ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷം കയ്യിൽ ഇങ്കൊണ്ട് ഈ ക്രമ നമ്പർ എല്ലാം ഒന്നുകൊണ്ടൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഇത് വാങ്ങിച്ച് കൈ വെച്ചിട്ട് ബാലറ്റ് അലോ ചെയ്യും. അപ്പം വോട്ടർ ക്യാബിനിലേക്ക് പോവും, വോട്ട് ചെയ്യും. ഇതാണ് അതിൻ്റെ രീതി. ഇതിപ്പോൾ ഈ ചില ആളുകൾക്കൊക്കെ പ്രായമായ ആളുകളൊക്കെ വരുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ളൊരു ക്രമീകരണം എങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത്? പ്രായമായ ആളുകൾക്ക് വോട്ട് ചെയ്യാനായിട്ട് അവർക്ക് തനിയെ ചെയ്യാമെങ്കിൽ തനിയെ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഒരാളുടെ സഹായത്തോടു കൂടി വരാം. അതിന് ചില പ്രത്യേക രീതികളുണ്ട്, ചില പ്രത്യേക ഫോമുകളുണ്ട്. അത് ഫില്ല് ചെയ്യിപ്പിച്ച് കൂടെ വരുന്ന ആളിന് വോട്ട് ചെയ്യാനുള്ള അവസരം കൊടുക്കാനും ഉള്ള സാഹചര്യങ്ങളുണ്ട്. ഈ ചിലപ്പോൾ ഈ മുതിർന്ന പൗരന്മാർക്കൊക്കെ ഒരു പ്രത്യേക പരിഗണന കൊടുക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ, ഈ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക്, അവർക്കൊന്നും ഈ ക്യൂ നിൽക്കേണ്ടുന്ന ക്യൂ നിൽക്കേണ്ട. അവർ പിന്നെ മുതിർന്ന പൗരന്മാർ, അതുപോലെ തന്നെ അവശരായിട്ടുള്ള ആളുകൾ, പിന്നെ രോഗികൾ, അങ്ങനെയുള്ളവരെയൊക്കെ ക്യൂ നിൽക്കാതെ തന്നെ വോട്ട് ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നതാണ്. എന്തായാലും ആളുകളെത്തി നല്ലതുപോലെ വോട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവസരം കൊടുക്കുക. അതുതന്നെയാണ് പറയുന്നത്. രാവിലെ 6 മണിക്ക് മോക്ക് പോളിംഗ് ആരംഭിക്കും. അപ്പോൾ മോക്ക് പോളിങ്ങിൻ്റെ ഭാഗമായി ഈ വിവിധ പാർട്ടികളുടെ പോളിംഗ് ഏജൻറ്റുമാരൊക്കെ തന്നെ അവർക്ക് പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന സ്ഥാനങ്ങളിലേക്ക് എത്തുകയും അവർ അതേ മെഷീനുകളുടെ ഒരു പരിശോധനയാണ് ഈ മോക്ക് പോളിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആളുകളെല്ലാവരും ഈ സജ്ജീകരണങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എത്രയും വേഗം തന്നെ ബൂത്തുകളിലേക്ക് എത്തി വോട്ട് ചെയ്യുക, ആ ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ മഹോത്സവത്തിൽ പങ്കുചേരുക എന്നുള്ള കാര്യം തന്നെയാണ് പറയാനായിട്ടുള്ളത്.